നമസ്കാരം. എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കടം തീർക്കാനുള്ള ഒരു ടൈമാണ് മൈത്രി മുഹൂർത്തം എന്ന് പറയുന്നത്. ഓരോ മാസവും 2-3 മുഹൂർത്തങ്ങൾ വരാറുണ്ട്. ആ മുഹൂർത്തത്തിൽ നമ്മൾ വാങ്ങിയതിൽ ഒരു സംഖ്യ നമ്മൾ വാങ്ങിയ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കടം എത്രയും വേഗം തീർന്നു കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് 24-ാം തീയതി ശനിയാഴ്ചയാണ് വരുന്നത്. അന്ന് അശ്വതി നക്ഷത്രമാണ് വരുന്നത്. അശ്വതി നക്ഷത്രത്തിൽ കടം കൊടുക്കാൻ പറ്റി കഴിഞ്ഞു വെച്ചാൽ ആ കടം എത്രയും വേഗം തീർന്നു കിട്ടുമെന്ന് പറയും. അപ്പോൾ ആ അശ്വതി നക്ഷത്രവും അന്ന് ഷഷ്ടിയാണ്. അന്ന് മുരുകനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിവസം. മുരുകനെ പ്രാർത്ഥിക്കേണ്ട ദിവസം നമ്മൾ ഒരു തട്ട് നിറയെ പച്ചരി നിരത്തി വെച്ചിട്ട് അതിന് സെൻട്രലായിട്ട് ഒരു അകൽ വിളക്ക് വെക്കുക. അത് നെയ്യോ നല്ലെണ്ണയോ നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അത് വിളക്ക് വെച്ചിട്ട് ഒരു നിങ്ങൾ ആർക്കാ കൊടുക്കാനുള്ളത് ആ വ്യക്തിനെ കാണാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവർ എടുക്കുക. കവറിന് പുറത്ത് ആർക്കൊക്കെ കടം കൊടുക്കാനുണ്ടോ അത്രയും പേരിന്റെ പേരിലുള്ള കവർ എടുക്കുക. കവറിന് പുറത്ത് പേരും അയാളുടെ പേരും എത്ര രൂപയാണോ നമ്മൾ കൊടുക്കാനുള്ളത് ആ പൈസ എഴുതുക. എഴുതിയതിന് ശേഷം അതിന് മേലെ ഒരു വെറ്റില വെക്കുക. വെറ്റില വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ കൊടുക്കാൻ എത്രയാണോ 10 രൂപയാണെങ്കിൽ 10 രൂപ മുതലിലേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കണം. അതിന് മേലെ ഒരു ബിരിയാണി അരി എഴുതി അയാളുടെ പേരും അയാൾക്ക് കൊടുക്കാനുള്ള തുകയും എഴുതി വെക്കുക. ഒരു തുണ്ട് പച്ചക്കൽപ്പൂരവും വെക്കുക. വെച്ചതിന് ശേഷം അതിനെ എടുത്ത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നമ്മൾ കുബേര ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. എനിക്ക് ഈ കടം എത്രയും വേഗം കൊടുത്തു തീർക്കാൻ പറ്റണേ എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഈ മന്ത്രം ജപിക്കുക. ഓം റൈം വശി വശി പണം ധനം ദിനം ദിനം എന്ന മന്ത്രം 27 തവണ ജപിക്കുക. ജപിച്ചതിന് ശേഷം അന്ന് മുരുകനാണ് വിചാരിച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിൽ മുരുകനാണ് നന്നായി വിചാരിച്ചിട്ട് ഈ അകൽ വിളക്കിൽ ഈ ബിരിയാണി അരിയിൽ എഴുതിയ ഇതിനെ എടുത്ത് നമ്മൾ കത്തിച്ചു കളയുക. അപ്പൊ ആ വ്യക്തിക്ക് നമ്മൾ കൊടുത്തു എന്നുള്ള സങ്കല്പമാണ്. ഈ പച്ചരിനി എടുത്തിട്ട് നമ്മൾ വടക്ക് വശത്തുള്ള പ്രാവുകളോ കോഴികളോ എന്താ ഉള്ളത് അതിന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ കടം നമ്മൾ കൊടുക്കാനുള്ളത് എത്രയും വേഗം കൊടുക്കാനുള്ള ഒരു വഴി നമുക്ക് വന്നു ചേരുന്നതാണ്. ഈ മന്ത്രം ജപിക്കാൻ പറയുന്നത് നമുക്കൊരു തൊഴിലുണ്ടെങ്കിൽ അല്ലെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ഈ കടം കൊടുത്തു തീർക്കാൻ പറ്റുക. അപ്പൊ ഈ മന്ത്രം 27 തവണ ജപിക്കുമ്പോൾ ഓരോ ദിവസമായിട്ട് ജപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പണത്തിനുള്ള ഒരു മാർഗം ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം 24-ാം തീയതി പഞ്ചമി ഷഷ്ടി ദിവസം അന്ന് വരുന്ന ടൈം എന്ന് പറയുന്ന സമയത്ത് 9:20 തൊട്ടിട്ട് 10:28 വരെയാണ് ടൈം. ആ സമയത്ത് നമ്മൾ വിളക്ക് വെച്ച് മനസ്സൊരുക്കി ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കടം കുറേശ്ശെങ്കിലും അവർക്ക് എത്രയും വേഗം കൊടുത്തു തീർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.